അരവിന്ദേട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ അമ്മയുടെ മനസ്സ് നോവിക്കാന്നല്ലാതെ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവോ? അമ്മ വിചാരിച്ച പഴയതുപോലെ സന്തോഷമായിട്ട് എല്ലാവർക്കും ഈ വീട്ടിൽ കഴിയാം. അതിന് അമ്മ തയ്യാറാണെന്ന് ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്മയെ കൊണ്ടത് പറയിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എന്റെ തീരുമാനത്തിന് വിട്ടേക്ക്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വെച്ച് അമ്മയുടെ മനസ്സ് വേദനിക്കില്ല. അമ്മയ്ക്ക് സ്നേഹിക്കാനും അനുസരിപ്പിക്കാനും മറ്റു രണ്ട് മക്കൾ ഇവിടെ ഉണ്ടല്ലോ. അരവിന്ദ, കേറി പോടാകത്ത്. ഇല്ലമ്മേ, ഇനി എന്നെ അനുസരിപ്പിക്കാൻ അമ്മ ശ്രമിക്കരുത്. അതിന് ശ്രമിച്ച എന്റെ മുന്നിൽ അമ്മ ചെറുതായി പോകത്തേ ഉള്ളൂ. അരവിന്ദേട്ടാ, അമ്മയോട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അരവിന്ദേട്ടൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അമ്മ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആള് ഈ രീതിയിലാണോ അമ്മയോട് പെരുമാറേണ്ടത്? ബാലാമണി, ഞാൻ എന്റെ അമ്മയെ മനസ്സിലാക്കിയതുപോലെ അമ്മ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ആരും അറിയാതെ അമ്മ ഈ പ്രശ്നം പരിഹരിച്ചനെ. എന്നിട്ട് അമ്മ അതാണോ ചെയ്തത്? അരവിന്ദേട്ടാ, ഞാൻ അരവിന്ദേട്ടന്റെ കാല് പിടിച്ച് പറയാം, ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്നും പോവരുത്. എനിക്ക് പോണം ബാലാമണി, പോയേ പറ്റൂ. എവിടുന്നോ വന്നൊരു ലീലാമ്മയ്ക്ക് കൊടുത്ത വാക്കാണോ അതോ ഞാനും എന്റെ അനിയന്മാര് ഇത്രയും കാലം അമ്മയ്ക്ക് കൊടുത്ത സ്നേഹമാണോ വലുതെന്ന് അമ്മ തീരുമാനിക്കട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും അരവിന്ദേട്ടൻ ഇവിടുന്ന് പോവില്ല. അതെ, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടില്ല. വല്യേട്ടാ, പോവരുത്. നമ്മുടെ അമ്മയോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീട് വിട്ട് അരവിന്ദേട്ടൻ പോവരുത്. എനിക്ക് വേണ്ട, ആരും അവനെ തടയണ്ട. അവൻ പൊക്കോട്ടെ. അമ്മയെ മനസ്സിലാക്കുന്ന കാലത്ത് ഇനി നീ തിരിച്ചഴകത്ത് വന്നാൽ മതി. പൊയ്ക്കോ. അമ്മേ, എനിക്ക് അമ്മയെ വിട്ടു പോകാൻ കഴിയില്ല. ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ലീലാമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്റെ അമ്മയ്ക്ക് മറന്നൂടെ? അരവിന്ദേട്ടൻ പോയി. വൈകാതെ ഇനി അനന്തവും ഈ വീട് വിട്ടിറങ്ങും. 15 കോടി എന്റെ കാൽക്കൽ കൊണ്ടുവച്ച് നീ രക്ഷിച്ചെടുത്ത ഈ അഴകത്ത് വീട് അരക്കില്ലമായി അഴകത്തുകാരെ കത്തിച്ച് ചാമ്പലാക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
ഇനി ബാലാമണിയുടെ മുമ്പിൽ കവിത ജയിക്കാൻ തുടങ്ങുക. പറക്കമുറ്റി കഴിയുമ്പോൾ പക്ഷികൾ കൂടുപേക്ഷിച്ചു പോകുന്നത് പ്രകൃതി നിയമമാണ്. പ്രായമെത്തിയ മക്കളെ ചിറകിന്റെ അടിയിൽ തന്നെ വയ്ക്കാൻ എന്നും അമ്മക്കിളിക്ക് കഴിയില്ലല്ലോ. അരവിന്ദൻ അവൻ കുറച്ചുകൂടിയൊക്കെ നിന്നെ മനസ്സിലാക്കിയിട്ടുള്ളവനാ. എന്നിട്ടും അവൻ തന്നെ ഇത് ചെയ്തല്ലോ. പരസ്പരം മത്സരിക്കാൻ തുടങ്ങുമ്പോൾ പഴയതൊന്നും ആരും അങ്ങനെ ഓർക്കാറില്ലല്ലോ. ഇന്ന് അവന്റെ ശരി അതായിരുന്നു. അവനത് ചെയ്തു. ഞാൻ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. അവൻ എവിടേക്കാ പോയെന്നറിഞ്ഞിട്ട് ഞാൻ പോയൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഏട്ടൻ വെറുതെ നാണം കെടാനൊന്നും നിൽക്കണ്ട. പ്രയോജനം ഉണ്ടാവാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നത്? അമ്മയും മക്കളും തമ്മിൽ ഇങ്ങനെ മത്സരിച്ചുകൊണ്ട് ഈ വീട് എത്ര കാലം മുമ്പോട്ട് പോകും? എന്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഈ കുടുംബത്തിൽ സമാധാനമുണ്ടാവാൻ വേണ്ടി ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയാൽ ലീലാമ്മ എന്ന ആ പാവം സ്ത്രീയുടെ അവസ്ഥ എന്താവും? അവർക്ക് ആരുമില്ല. എന്നെപ്പോലെ സർവ്വ സൗഭാഗ്യങ്ങളുടെയും നടുവിലല്ല അവര് കഴിയുന്നത്. ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ വന്ന് പെട്ടിരിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്തു തീരുമാനിച്ചാലും അത് ആരെയെങ്കിലും ഒരു കൂട്ടരെ വേദനിപ്പിക്കും. അത്തരം ആശയക്കുഴപ്പങ്ങളൊന്നും എന്നെ അലട്ടുന്നില്ല ഏട്ടാ. വ്യക്തമായൊരു തീരുമാനം എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ തീരുമാനം നടപ്പാക്കപ്പെടുന്നതിന് മുൻപ് ബാലാമണിയോടുള്ള കടം എനിക്ക് വീട്ടണം. എങ്ങനെയും അവൾക്ക് അവളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണം. ഇപ്പോ അതൊന്നു മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. അതിനുള്ള വഴി എന്താ? അവര് ചോദിക്കുന്നത് കൊടുക്കാന്നാണോ? അതെ, 50 ലക്ഷം രൂപയല്ലേ അവർക്ക് ആവശ്യമുള്ളൂ. അത് ഞാൻ കൊടുക്കും. എന്റെ മോനെ അവർ തിരിച്ചു തരട്ടെ. അവനെ ബാലാമണിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഭാരം എന്നെ വിട്ടൊഴിയും. പിന്നെ യാതൊരു സങ്കോചവുമില്ലാതെ എനിക്ക് എന്റെ ബാലാമണിയുടെ മുന്നിൽ നിൽക്കാം. ആ കുഞ്ഞ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ ഭാഗ്യമായിരിക്കും ഇനി ഈ അഴകത്ത് വീടിനെ രക്ഷിക്കുക. പേര് ചെല്ലപ്പെന്ന, കുറച്ച് ദൂരേന്ന് വരിക. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. അവളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണും. അയ്യോ, ചികിത്സയ്ക്കൊന്നുമല്ല. ഡോക്ടർ കിടപ്പിലാണെന്നറിഞ്ഞ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണോ? വേറൊന്നും കൊണ്ടല്ല, അവൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. അഭിരാമി ഡോക്ടർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. ആ നന്ദിയും കടപ്പാടൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ദൂരേന്ന് വരിക. ഒന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. വരൂ. ഓ, ചെല്ലപ്പനിരിക്കൂ, ഞാൻ ഒരു ചായ എടുത്തിട്ട് വരാം. ഞാൻ കാരണം ഡോക്ടർക്ക് ഗതി വന്നത്. എല്ലാം എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. എല്ലാത്തിനും ഡോക്ടർ എനിക്ക് മാപ്പ് തരണം. രുക്മിണി എന്നെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിക്കുകയായിരുന്നു ഡോക്ടറെ. അവൾ ആ കുഞ്ഞിനെ വെച്ച് കച്ചവടം ചെയ്യുക.
എതിർക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടറെ? അഴകത്തമ്മയോട് അവൾ 50 ലക്ഷം രൂപ ചോദിച്ചു. അവർ കൊടുക്കാമെന്ന് പറഞ്ഞ ആ കാശ് കയ്യിൽ കിട്ടിയാലും അവൾ ആ കുഞ്ഞിനെ കൊടുക്കില്ല. പണത്തിനോട് അത്ര ആർത്തി അവൾക്ക്. ഡോക്ടർ ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കണ്ടായിരുന്നു. അവനെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പം അവരവനെ ബാലാമണിക്ക് തിരിച്ചു കൊടുത്തേനെ. ഡോക്ടർ വിഷമിക്കണ്ട. ഇനിയെല്ലാം അവളുടെ തോന്നിയാസിന് ഞാൻ വിട്ടുകൊടുക്കില്ല. 50 ലക്ഷം രൂപയ്ക്ക് അവളെ കുഞ്ഞിനെ വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ രക്ഷിക്കാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. രാജേഷ്, വേണ്ട. ഈ മാറ്റർ 3-ാമത്തെ പേജിലേക്ക് ചേഞ്ച് ചെയ്തോളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. യെസ്, കമൻ. രാജേഷിന് സുദീപ് 1 മണിക്കൂറിനുള്ളിൽ വിളിക്കും. സംതിങ് എക്സ്ക്ലൂസീവ്. രാജേഷ് അതൊന്ന് ഡീൽ ചെയ്യണം. ഓക്കെ? ആ രാജേഷ്, ഒരു ഗസ്റ്റ് ഉണ്ട്, ഞാൻ വിളിക്കാം. ഞാൻ കാത്തു നിന്നോളായിരുന്നു. നീ എന്തിനാ കോള് കട്ട് ചെയ്തത്? അത് സാരമില്ല, ഉണ്ണിയാമ്മ വരൂ. ആ, തരക്കേടില്ലാത്ത റൂമാ. ഉണ്ണിയാമ്മ ഇരിക്കെ. ഒരു ചായ പറയട്ടെ? വേണ്ടടോ, ഈ നേരത്ത് ചായ പതിവില്ല. കട്ടനായാലോ? ഫ്ലാസ്കിലുണ്ടാവും. ആ, ഞാൻ എടുത്തോളാം. നീ ഇരിക്ക. ഇവിടെയാ നിന്റെ താമസം എന്ന് അനന്തുവാ പറഞ്ഞു തന്നത്. മൈഥിലിയെ ഈ മാസം ഇനി ചെക്കപ്പിന് കൊണ്ടുപോണ്ടേ? വേണം. അതിപ്പോ എങ്ങനെയാ? നീ അങ്ങോട്ട് വരുമോ അതോ അവള് തനിച്ചു പോവുമോ? എന്തെങ്കിലും ചെയ്യണം. നീ ഇപ്പൊ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം. ആനന്ദൊക്കെ എന്തു പറയുന്നു? എന്തു പറയാനാ, അവർക്ക് വിഷമമുണ്ട്. ബാലാമണി എങ്ങനെ ഇരിക്കുന്നു? ആ, കുഴപ്പമില്ല. നിനക്ക് മറ്റാരുടെയും കാര്യം ചോദിക്കാനില്ലേ? അമ്മ എങ്ങനെ ഇരിക്കുന്നു? സുഖാണോ? അതൊന്നും അറിയണ്ടേ നിനക്ക്? പാവാടാ അവള്. അവൾക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങൾ 3 ആമക്കളാ അവളുടെ ബലം. നിന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതൊന്നുമല്ല ഞാൻ. സുമംഗല പറഞ്ഞിട്ടും അല്ല വന്നത്. നിനക്ക് തിരിച്ചു വന്നൂടെ അരവിന്ദ? ഇനിയും അമ്മയെ വേദനിപ്പിക്കണോ? അമ്മ ഇപ്പോഴും സ്വന്തം തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആദ്യം അതിനൊരു മാറ്റം വരട്ടെ, എന്നിട്ട് അഴുകത്ത് വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുന്ന് പോവാലോ. പോകാം. എന്താ ചേച്ചിക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല. ആ പിള്ളേര് വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയതിന്റെ സങ്കടമാണോ? എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. അതറിയാനൊന്നുമില്ല. ചേച്ചി മുമ്പേ തീരുമാനിച്ചിരുന്നത് പോലെ ഇവിടുന്ന് ഇറങ്ങിയ നേരെ അഴകത്തേക്കങ്ങ് ചെല്ലുക. ചേച്ചിയുടെ മകൻ ആരായിരുന്നാലും അവൻ ചേച്ചിയെ അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ചേച്ചി കോടതി പോണം, കേസ് പറഞ്ഞ് ജയിക്കണം. അങ്ങനെ പിടിച്ചു വലിച്ച് ഞാൻ അവനെ കൊണ്ടുവന്നിട്ട് എന്താ നേട്ടം? ചേച്ചിക്ക് താങ്ങും തണലുമായിട്ട് അവൻ കൂടെ ഉണ്ടാവുന്നുള്ളത് തന്നെയാ ചേച്ചിക്കുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം. അത് ചേച്ചി വിട്ടുകളയരുത്. ചിലപ്പോ 3-ാം വയസ്സിൽ ചേച്ചി ആ കൊച്ചിനെ ഉപേക്ഷിച്ചതിന്റെ ശാപമായിരിക്കും ചേച്ചി ഇങ്ങനെ ആയത്. അവനെ തിരിച്ചു കിട്ടിയ ചേച്ചിയുടെ ജീവിതം ഒന്ന് പച്ച പിടിക്കും. ലീലാമേ, നിനക്കൊരു വിസിറ്റർ ഉണ്ട്.
ശകാരിക്കാനായിട്ടാണോ വന്നത്? അതിനുവേണ്ടി തന്നെയാണ് വന്നതെങ്കിൽ ആവാം. ദേഷ്യം തീരുന്നതുവരെ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ. മറുത്ത് ഒരക്ഷരം പോലും പറയാതെ ഞാൻ എല്ലാം കേട്ടോളാം. എന്റെ വേദന കുറ്റപ്പെടുത്തുന്നവരാരും മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളുടെ മുമ്പിൽ വരാതെ എങ്ങോട്ടെങ്കിലും പൊക്കോ എന്നൊക്കെ പറയുന്നവർക്ക് എൻ്റെ ഉള്ളിലുള്ള ഒരു അമ്മയുടെ വേദന കാണേണ്ട കാര്യമില്ലല്ലോ. കുറ്റപ്പെടുത്താനായിട്ടല്ല ഞാൻ വന്നത്. ഒരു സഹായം അഭ്യർത്ഥിച്ച. സഹായമോ? അതെ. മോന് ഞാൻ എന്ത് സഹായമോ ചെയ്തു തരേണ്ടത്? ഒരു കാര്യം ചോദിച്ചാ എന്നോട് സത്യം പറയോ? 3-ാം വയസ്സിൽ അഴകത്തമ്മയ്ക്ക് വളർത്താൻ കൊടുത്ത ആ കുഞ്ഞ് ഞാനാണോ? ഇതാണോ ഞാൻ മോന് ചെയ്തു തരേണ്ട സഹായം? ഇതിന്റെ ഉത്തരം അറിഞ്ഞെങ്കിലേ എനിക്ക് സഹായം ചോദിക്കാൻ പറ്റൂ. ഇല്ല, ഞാനത് പറയില്ല. അത് സുമംഗലാമ്മയുടെ നാവിൽ നിന്നേ നിങ്ങൾ അറിയാവൂ. ഇങ്ങനെ വാശി പിടിക്കരുത്. അഴകത്ത് എന്താ അവസ്ഥ എന്നറിയോ? അമ്മയേട്ടനും തമ്മിൽ വഴക്കായി. എൻ്റെ ഇളയാളാ അനന്തു. അവനും അമ്മയോട് ദേഷ്യത്തില്ല. അരവിന്ദേട്ടൻ അമ്മയോട് പിണങ്ങി വീട് വിട്ടു പോയിരിക്കുക. ഇതിനൊക്കെ ഞാനാണോ കാരണക്കാരി? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അമ്മ തന്ന വാക്ക്, അതാ ഇപ്പോഴത്തെ പ്രശ്നം. അമ്മ ഒരിക്കലും ആ വാക്ക് മാറ്റി പറയില്ല. അമ്മയുടെ തീരുമാനം മാറാതെ അരവിന്ദേട്ടൻ തിരിച്ചു വരികയില്ല. ചിലപ്പോ അരവിന്ദേട്ടൻ ചെയ്ത പോലെ അനന്തും വീട് വിട്ട് പോയെന്നിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെ സഹായിക്കണമെന്ന്? ഞാൻ അഴകത്തേക്ക് വരാതിരിക്കണമെന്നോ? അഴകത്ത് വരണം. എന്നിട്ട് അഴകത്തുകാർക്ക് വേണ്ടി ഒരു കള്ളം പറയണം. മൂന്നാം വയസ്സിൽ അഴകത്തമ്മ ദത്തെടുത്ത ആ കുഞ്ഞ് ഞാനാണെന്ന് അമ്മ പറയണം. ഇനി എൻ്റെ കുടുംബം രക്ഷിക്കാൻ, എൻ്റെ ഏട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു വഴി മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ഞാൻ പ്രസവിച്ച എന്റെ മോനെ എനിക്ക് തിരിച്ചു വേണ്ടത്, അല്ലാതെ അഴകത്തമ്മയുടെ മോനെയല്ല. സാറ് തിരക്കിലാണോ? ഏയ്, ഒരു തിരക്കുമില്ല. മുമ്പ് എപ്പോഴോ വായിച്ചിരുന്ന ഒരു നോവലാ. അത് വെറുതെ മറച്ചു നോക്കിയെന്നേ ഉള്ളൂ. ബാലമണി ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാം സർ. ബാലമണിക്ക് എന്നോടെന്തോ കാര്യമായിട്ട് പറയാണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണോ? ഞാൻ അറിഞ്ഞൊരു കാര്യം, അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ബാലമണി എന്താ അറിഞ്ഞേ? പോയിരുന്നോ സാർ അന്ന് ജയിലിൽ ആരെങ്കിലും കാണാൻ വേണ്ടി? അവിടുത്തെ സൂപ്രണ്ടിനെ എനിക്ക് പരിചയമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ജയിലിലുണ്ട്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞതാ ഇക്കാര്യം. പോയിരുന്നു. ബാലാമണി ഉദ്ദേശിച്ച ആളെ കാണാൻ വേണ്ടി തന്നെയാ.
മറ്റു രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഞാൻ സാറിനെ കൂട്ടിയിട്ടില്ലായിരുന്നു. ആ പാവം സ്ത്രീയെ ഭീഷണിപ്പെടുത്തി എന്തിനാ സാർ വെറുതെ ശാപം വാങ്ങി വെക്കുന്നത്? ഞാനവരെ കാണാൻ പോയത് ഭീഷണിപ്പെടുത്താനല്ല, സഹായം ചോദിക്കാൻ വേണ്ടിയാ. അവരെ പോലൊരു പാവം സ്ത്രീയിൽ നിന്നും അഴകത്തമ്മയുടെ മകൻ എന്ത് സഹായമാ വേണ്ടത്? അത്ര ചെറുതല്ലാത്തൊരു സഹായം. എന്നെ അവരൊന്ന് അംഗീകരിക്കണം അവരുടെ മകനായിട്ട്.